അസ്സലാമു അലൈക്കും. നമ്മുടെ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കസാര നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഫത്വ കമ്മിറ്റി കൂടി അംഗീകാരമുള്ള ഒരു മസല പറഞ്ഞൊരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ സുജൂദും റുക്കുവൊക്കെ ഇരുത്തത്തിലും നൃത്തം ബാക്കി സാധാ പോലെയും ഒക്കെ ഉള്ള കസാര നിസ്കാരവും എല്ലാം ഇരുന്നിട്ട് തന്നെ ചെയ്യുന്ന കസാര നിസ്കാരത്തിലും രണ്ട് രീതിയിലാണ് നമ്മുടെ പള്ളികളിലൊക്കെ ആളുകൾ കസാരട്ടിരുന്നത്. നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ പല ഉസ്താദുമാരുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രഗത്ഭരായ ഉസ്താദുമാരുടെ പ്രസംഗങ്ങളൊക്കെ തന്നെ അങ്ങനെയുള്ളത്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ കസാര നിസ്കാരത്തിലും ഒരുപോലെ മറ്റുള്ള ആളുകൾ നിന്ന് നിസ്കരിക്കുന്ന ആളുടെ മടമ്പൊപ്പിച്ച് കസാരട്ടാലും മതി എന്നുള്ള ഒരു രീതിയിലാണ് തങ്ങൾ ഉസ്താദ് പറഞ്ഞതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളോ കോലാഹലങ്ങളോ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. പലപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഘടനാ പക്ഷപാതിത്വം അന്ധമായി കൊണ്ടു നടക്കുന്ന ആളുകൾ അത് മുതലെടുപ്പ് നടത്താനും അതിനെ വില കുറഞ്ഞ രീതിയിൽ സംസാരിക്കാനൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തങ്ങൾ ഉസ്താദാണെന്ന് പ്രത്യേകം മനസ്സിലാക്കാം. സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുക എന്നുള്ളത് അത് ചില്ലറ കാര്യമൊന്നുമില്ല. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മൺമറഞ്ഞു പോയ മഹാന്മാരുടെ അനുമതിയോട് കൂടി മാത്രം എത്തുന്ന ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ അവരെ നമ്മൾ വില കുറച്ച് കാണാതിരിക്കുക എന്നാണ് ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ മാസത്തിൽ ഇതിലാദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് സംഘടനയിലെ നേതാക്കന്മാർ എന്ത് പറഞ്ഞു നമ്മൾ നോക്കേണ്ട. കാരണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാന്തപുര വിഭാഗം പണ്ട് പെരുന്നാളിന് ഗൾഫ് പോയി മാസർപ്പിച്ചൊരു കഥ ഇന്നും വളരെ കുപ്രസിദ്ധമാണ്. അപ്പോൾ അവരിന്ന് ഈ ആവശ്യത്തിൽ ഇന്ന് വരെ ഒരു തിരുത്തൽ പോലും നടത്തിയിട്ടില്ല. അതുപോലെ വേറെ പല വിഷയങ്ങളിലും ഈ സംസ്ഥാനക്കാരാണെങ്കിൽ അവർക്ക് ഉച്ചഭാഷ ഉപയോഗിക്കൽ തന്നെ ഹറാമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടുകാർ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ തങ്ങൾ ഉസ്താദ് പറഞ്ഞ വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിലും നമ്മൾ അവരങ്ങനെയല്ലല്ലോ പറഞ്ഞെന്ന് വിചാരിച്ചിട്ടൊരു ഇതാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ ഉസ്താദുമാരെങ്ങനെ പറഞ്ഞല്ലോ, യൂട്യൂബിലൊക്കെ ഉള്ള ചില പ്രഭാഷണങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ വിഷയത്തിലൊരു അന്തിമ മതവീതി പറയാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള മസലപരമായിട്ടുള്ള ഒരു പാണ്ഡിത്യമുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ഞാൻ ഈ വിഷയത്തിൽ തങ്ങൾ ഉസ്താദിൻ്റെ ഈ നിലപാടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ വന്ന ചില ചർച്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെ മനസ്സിലാക്കി, എൻ്റെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ റംലി ഇമാം, അതായത് ഇമാം റംലി എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോൾ, വൈജ്ഞാനിക ചർച്ചകൾ നടക്കുമ്പോഴാണ് നമുക്ക് പല ഇമാമുമാരെ പേര് പഠിക്കുന്നതും ആ ഇമാമുമാരുടെ മഹത്വം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഷാഫി മധബിലെ ഇമാമുമാരെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഷാഫി മധബ് എന്ന് പറയുമ്പോൾ അത് ഷാഫി ഇമാം മാത്രമല്ല, അത് ഷാഫി ഇമാമിൻ്റെ അനുയായികളായിട്ട് ഒരുപാട് ഇമാമിങ്ങൾ വേറുണ്ട്. അവരൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഇതിനാണ് നമ്മൾ അസ്ഹാബ് ഷാഫി മധബ് എന്ന് അങ്ങനെയുള്ള എല്ലാവരും കൂടി കൂടുമ്പോഴാണ് ഷാഫി മധബ് എന്ന് പറയുന്നത്. അപ്പോൾ പിൽക്കാല ഇമാമിങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് ഇമാം ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ, റംലി ഇമാം. ഇവർ രണ്ടുപേരും മർത്തബയിൽ ഒരേ നിലയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ബറാത്ത് നോമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബറാത്ത് നോമ്പ് എന്ന് പ്രത്യേകമാക്കപ്പെട്ടൊരു നോമ്പ് ഇല്ല എന്നാണ് ഇമാം ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ പറഞ്ഞത്. നമ്മൾ പല കാര്യങ്ങളും അവലംബിക്കാറുള്ള സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ ഗുരുവര്യൻ കൂടിയായിട്ടുള്ള തുഹഫയുടെ രചയിതാവ് കൂടിയായിട്ടുള്ള ഇമാം ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളൊക്കെ പറഞ്ഞത് ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞ പ്രത്യേക നോമ്പില്ല, അത് സാധാരണ എല്ലാ മാസമുള്ള 15ാമത്തെ നോമ്പ് എന്ന് കണ്ടാൽ മതി എന്നാണ്. എന്നാൽ ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞ പ്രത്യേക നോമ്പുണ്ടെന്നുള്ള രൂപത്തിലാണ് റംലി ഇമാം പറഞ്ഞത്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഷാഫിയാക്കളൊക്കെ അവിടെ റംലി ഇമാമിൻ്റെ മസ്തല പിടിച്ചിട്ടാണ് ബറാത്ത് നോമ്പ് ഒരു പ്രത്യേക നോമ്പായിട്ട് പരിഗണിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളെ വാദമല്ല നമ്മൾ പിടിക്കുന്നത്. എന്നാൽ പല വിഷയങ്ങളും നമ്മൾ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളെ വാദം പിടിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ചോദിക്കുകയാണ് ഒരാൾ ബറാത്ത് നോമ്പ്, ഇപ്പോൾ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ ബറാത്ത് നോമ്പ് പ്രത്യേകം പുണ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ, അയാൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നോമ്പ് നോക്കുന്നവരെ പരിഹസിക്കാനോ നോമ്പ് നോക്കുന്നത് ബിദ്അത്താണെന്ന് പറയാനുള്ള ഒരു അവകാശമോ അതിനുള്ള അടിസ്ഥാനപരമായ പോയിന്റുകളോ ആർക്ക് ഉന്നയിക്കാൻ പറ്റൂല. ഈ ബറാത്ത് നോമ്പ് നോൽക്കാത്ത ആളുകൾക്ക് പറ്റൂല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ഉസൂലനുസരിച്ചിട്ട് ഈ പാണ്ഡിത്യത്തിൽ ഈ പദവിയിൽ തുല്യതയിൽ നിൽക്കുന്ന രണ്ട് ഇമാമുമാരിൽ അതിലൊരു ഇമാമ് ഈ ബറാത്ത് നോമ്പ് പ്രത്യേകം പുണ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതെടുക്കാതിരിക്കുന്നവർക്ക് അതിനെ പരിഹസിക്കാൻ എതിർക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. അതുപോലെ കസാര നിസ്കാരത്തിൽ സയ്യിദുൽ ഉലമ പറയുന്ന നിലപാട് റംലി ഇമാമിൻ്റെ നിലപാടാണ്, അവിടെ ഇബ്നു ഹജർ ഹൈത്തമിൻ്റെ നിലപാടല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ റംലി ഇമാമിൻ്റെ നിലപാട് വെച്ചിട്ടാണ് തങ്ങൾ ഉസ്താദ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത്തരം ഈ വിഷയങ്ങളൊന്നും വെറുതെ സാധാരണക്കാരായ ആളുകൾ
അത് വെറുതെ ആശയക്കുഴപ്പത്തിലാകാനോ അല്ലെങ്കിൽ ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ പോവേണ്ടതില്ല. ഇനി ആരെങ്കിലുമൊക്കെ തങ്ങൾ ഉസ്താദിനെ അതിൻ്റെ പേരിൽ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് തങ്ങൾ ഉസ്താദിൻ്റെ കസാര നിസ്കാരവുമായി ബന്ധപ്പെട്ട മസാലയല്ല, തങ്ങൾ ഉസ്താദിൻ്റെ കസാരയോടാണ് അവരുടെ അസൂയയും കുശുമ്പെന്ന് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു ഇത്തരം വൈജ്ഞാനികമായ ചർച്ചകൾ ഈ ഉമ്മത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഉപകാരപ്പെടട്ടെ, രണ്ട് ലോകത്ത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ അവസാനത്തെ പത്തിന് പ്രത്യേകം ഈ വിനീതനും കുടുംബത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.